പ്രിയപ്പെട്ട പ്രകാശ് ഭാര്യ, എൻ്റെ പ്രിയ സുഹൃത്ത് രാംദാസ്, ഇവിടെ കൂടിയിരിക്കുന്ന രാംദാസിൻ്റെ ഡോക്യുമെൻ്ററി കാണുവാനായിട്ടും ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരങ്ങൾ, എന്നെ ഈ സന്ദർഭത്തിലേക്ക് ക്ഷണിച്ചതിന് ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മളിന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തതിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് പ്രദർശിപ്പിക്കുക. മുഖ്യമായും അത് ലാൻഡ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ തോട്ടം മേഖലയിലെ പണിയെടുക്കുന്ന തലമുറകളായി പണിയെടുക്കുന്നവരുടെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഷാ സ്വത്വം, അവരുടെ പ്രാദേശികമായ സ്വത്വങ്ങൾ, മലയാളി സമൂഹവും കേരള സ്റ്റേറ്റുമായി അവർക്കുള്ള ബന്ധം തുടങ്ങിയവയൊക്കെ അന്വേഷിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് രാംദാസ് മണ്ണ് എന്ന ഡോക്യുമെൻ്ററിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലമെന്നോണം കേരളത്തിൻ്റെ സവിശേഷമായ പരിസ്ഥിതിയിൽ ലാൻഡ് ഓണർഷിപ്പിൽ അതിൻ്റെ അൺഈക്വലായ ഡിസ്ട്രിബ്യൂഷനിൽ കാസ്റ്റും ജെൻഡറും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന വിഷയമാണ് നമ്മളൊരു ചർച്ചയ്ക്കായി ഇന്നെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ദീർഘകാലമായി പ്രത്യേകിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ലാൻഡ് എന്ന് പറയുന്നത്. കാസ്റ്റ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചർച്ചകളിൽ നീട്ടിവെക്കാറുണ്ടായിരുന്നു. ജെൻഡർ ക്വസ്റ്റ്യൻ ആവട്ടെ, ലിംഗനീതിയുടെ പ്രശ്നം ഒരുപക്ഷെ ഒരു 10-30 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ അതിസങ്കീർണമാണ്. കൂടുതൽ മറച്ചു വയ്ക്കപ്പെട്ടതും ചില ഭാഗങ്ങൾ ചർച്ച ചെയ്തതുമായിട്ടുള്ള അതിസങ്കീർണമായൊരു പ്രശ്നമേഖലയെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തെ നമ്മൾ സാധാരണഗതിയിൽ സമീപിക്കുക കാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഇത് ലാൻഡ് കിട്ടാതെ പോയ വിഭാഗങ്ങളുടെ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് പെട്ടെന്നത് മനസ്സിലാവുക. ജെൻഡർ ക്വസ്റ്റ്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് നമുക്കത് പെട്ടെന്ന് ബോധ്യപ്പെടുക. അത്തരം ഇമേജറികൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരും. കാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ കറുത്ത മനുഷ്യരും, ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ സ്ത്രീകളും നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നത് യഥാർത്ഥത്തിൽ സ്വാഭാവികവും നിഷ്കളങ്കവുമായൊരു കാര്യമല്ല. അതിലൂടെ സമൂഹം നിർമ്മിച്ച ഒരു ധാരണയാണ് ഈ ഇമേജുകൾ നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത്തരമൊരു രീതിയിലല്ല ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മറിച്ച് ഇതൊരു സോഷ്യൽ ക്വസ്റ്റ്യനായി സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ലാൻഡ് ക്വസ്റ്റ്യനെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ലാൻഡ് കിട്ടാതെ പോയവരുടെ പ്രശ്നം എന്ന നിലക്കൊരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ലാൻഡ് കൈവശം വെച്ചവരുടെ പ്രശ്നം എന്നൊരു പ്രശ്നവുമില്ല. മലയാളി സമൂഹത്തിനകത്ത് ഈക്വലായി വിതരണം ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള ഭൂമി അത്ര നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ട് കേരളീയ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള നിരവധി മുൻവിധികളും ഏങ്കോളിപ്പുകളും മലയാളി സമൂഹത്തിൻ്റെ തന്നെ ബാധ്യതകളായിട്ടാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതല്ലാതെ കുറേ പേർക്ക് കിട്ടിയില്ല. അതിലേറ്റവും കൂടുതൽ ദളിതരാണ്, ആദിവാസി. ഇതൊന്നും അല്ല അതിൻ്റെ കാര്യം. ഭൂമി എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഭൂമിയെ കൺസീവ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ തന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അതല്ല നമുക്ക് വെളിയിലുള്ള കപ്പയിടാനോ വാഴ നടാനോ നെല്ല് വിതയ്ക്കാനോ ഉള്ളൊരു ഇടമായിട്ടല്ല ഭൂമിയെ സമൂഹജീവിയായ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹിത്യ ഭാവനകളിൽ പോലും ഭൂമി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നു. ഒരു തുണ്ട് ഭൂമി എനിക്കുണ്ടായിരിക്കുക, മരിക്കുമ്പോൾ 6 അടി മണ്ണ് എനിക്ക് സ്വന്തമായി ഉണ്ടായിരിക്കുക, സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ച് സ്നേഹിക്കുന്ന പെണ്ണിനെ വിളിച്ചു കൊണ്ടുപോവുക തുടങ്ങിയ ഭാവനകൾ മനുഷ്യനിൽ ഉണ്ടാവുന്നത് ഭൂമി എന്നത് അവൻ്റെ ആന്തരികതയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് നമ്മുടെ ഭാവനകൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളുടെ തന്നെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ സ്വന്തം നിലക്കുള്ള നമ്മുടെ മനസ്സിലാക്കലിനെ സ്വാധീനിക്കുന്ന ഒരു റിസോഴ്സാണ് ഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൂമി കപ്പയിടാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, റബ്ബർ വെക്കാനുള്ള സ്ഥലം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആന്തരികതയെ നിർണ്ണയിക്കുന്നതായതുകൊണ്ട് തന്നെ ഭൂമി ഇല്ലാത്തവർ എന്നത് കേവലമായി 10 സെൻറ്റിൻ്റെ 1 ഏക്കറിൻ്റെ ആധാരമില്ലാത്ത മനുഷ്യരല്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരോ, മറ്റുള്ളവരാൽ നിരന്തരം അപമാനിക്കപ്പെടുന്നവരോ, മറ്റുള്ളവർ നിസ്സാരരായി മുദ്രകുത്തപ്പെടുന്നവരോ ആയ ജീവികളായി ഈ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, ഭൂമിയില്ലായ്മ എന്ന് പറയുന്നത് എനിക്ക് വീട് വെക്കാൻ 5 സെൻറ്റില്ല എന്നൊരു പ്രശ്നമാണ്. സ്വന്തം മലയാളികൾ ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ട്, തൻ്റെയുടെ മന്ദിരം. അവൻ തൻ്റെടിയാണ്, അല്ലെങ്കിൽ അവൾ തൻ്റെടിയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? തൻ്റെയിടം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? തൻ്റേതായ ഇടമുള്ളവൻ എന്ന് തന്നെയാണ് തൻ്റെയിടം എന്ന വാക്കിൻ്റെ അർത്ഥം. എൻ്റെ ഒരു ഇടം എനിക്കുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റേതായ ഇടയില്ലാത്ത മനുഷ്യൻ ഈ സമൂഹത്തിനകത്ത് അനാഥ ജന്മമാണെന്നുള്ളത്. അപ്പോൾ യഥാർത്ഥ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ദൃഢതയെ ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ് ഭൂരാഹിത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയുടെ വിതരണത്തിലെ ഡിസ്ക്രിമിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ക്വസ്റ്റ്യനാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാമൂഹിക പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ കാസ്റ്റും ജെൻഡറും എങ്ങനെയാണ് ഭൂ ഉടമസ്ഥതയുടെ അൺഇക്വാളിറ്റിയെ നിർമ്മിച്ചെടുക്കുന്നത് ആണ് ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും സംസാരിക്കുവാൻ പറ്റുന്ന സമയവും സന്ദർഭവുമല്ല. എങ്കിലും പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കാസ്റ്റും ജെൻഡറും എന്നത്. ജാതി എന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സോഷ്യോളജിയും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയും വളരെ തെറ്റായി മനസ്സിലാക്കിയ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തെറ്റായോ ഭാഗികമായോ മനസ്സിലാക്കിയ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് എന്നത് നമുക്ക് വെളിയിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നമ്മൾ ആദ്യമായി സമ്മതിക്കേണ്ടത്. നമുക്ക് വെളിയിൽ സ്വതന്ത്രമായി നിൽക്കുന്ന, നമ്മുടെ സമൂഹത്തെ സവിശേഷ രൂപത്തിൽ സംഘടിപ്പിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് നമ്മൾ ഇത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല ജാതി എന്നത്. ഒരു വിഭാഗത്തിൻ്റെയും മാത്രമായ പ്രശ്നമല്ല ജാതി എന്നത്. ഇന്ത്യൻ സമൂഹം അകപ്പെട്ടിരിക്കുന്നൊരു കെണിയാണ്. അതല്ലാതെ പക്ഷെ നമ്മൾ നോക്കിയാൽ കാസ്റ്റ് എന്ന് പറയാൻ വളരെ പെട്ടെന്ന് ഒപ്രസ്ഡ് കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്യുന്നത്. അടിച്ചമർത്തപ്പെട്ട ജാതികളുടെ പ്രശ്നമാണ് ജാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട ഒരു പ്രശ്നമല്ല ജാതി. ജാതി ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി. ആ സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ സവിശേഷതകൾ പഠിക്കുന്നതിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയും വളരെ ഏകപക്ഷീയമായി പോവുകയോ അല്ല
അല്ലെങ്കിൽ ഭാഗികമായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യത്തെ മുൻവിധിയാണ്. കാസ്റ്റ് എന്നത് ഒപ്രസ്ഡ് കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. അങ്ങനല്ല, സ്ത്രീകളുടെ പ്രശ്നമെന്ന് സ്ത്രീകളുടെ മാത്രം പ്രശ്നമെന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഏകപക്ഷീയതയാണ് കാസ്റ്റ് എന്നത് ഒപ്രസ്ഡ് കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്ത്രീകളുടെ പ്രശ്നം അതായത് സ്ത്രീകളുടെ പ്രശ്നമാണ്, പുരുഷൻ്റെ പ്രശ്നമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ജെൻഡർ ക്വസ്റ്റ്യനിലേക്ക് വരൂ. അതല്ലാതെ സ്ത്രീയുടെ പ്രശ്നമായിട്ട് ജെൻഡർ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീക്ക് എന്തോ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ ഒരു മുൻവിധിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. സ്ത്രീകൾ സ്വമേധയാ തന്നെ കുറഞ്ഞവരാണെന്നും അവരെന്തൊക്കെയോ പ്രശ്നം പരിഹരിക്കേണ്ടവരാണെന്നും ഒരു മുൻവിധിയിൽ നിന്നാണ് നമ്മൾ കാര്യം ആരംഭിക്കുന്നത്. നമുക്ക് ഒരിക്കലും നീതിയുക്തമായ ഒരു ഉത്തരത്തിൽ എത്താൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെയാണ് കാസ്റ്റ് ക്വസ്റ്റ്യന് സപ്രഷൻ്റെ ഒരു പ്രശ്നമായി മാത്രം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ നമുക്ക് അറിയാതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കാസ്റ്റ് എന്നതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മനസ്സിലാക്കി ഇതെങ്ങനെയാണ് നൂറ്റാണ്ടുകളായി ഇങ്ങനെ നിലനിൽക്കുന്നത്, അതിൻ്റെ ഘടനാവിശേഷം എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ. ഇതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞൊരാളാണ് ഡോക്ടർ പി ആർ അംബേദ്കർ. പലരും പല ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് എന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലെടുക്കുന്നവനൊരു ജാതി, വേറൊരു തൊഴിലെടുക്കുന്ന വേറൊരു ജാതി, അങ്ങനെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ജാതി നിൽക്കുന്നത് എന്ന സിദ്ധാന്തമൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. പലതരത്തിൽ ജാതിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജാതികൾ തമ്മിലുള്ള വിവേചനങ്ങളില്ലാതായ ജാതി നല്ലൊരു സംവിധാനമാണെന്ന് വിചാരിച്ച പണ്ഡിതർ നമുക്കുണ്ട്, നേതാക്കൾ നമുക്കുണ്ട്. ജാതി വിവേചനം ഇല്ലാതായാൽ മതി, ജാതി നല്ലതാണ്. കാരണം മകൻ മരപ്പണി ചെയ്യുന്നു, അപ്പൻ മരപ്പണി ചെയ്യുന്നു, അപ്പൻ്റെ മകൻ മരപ്പണി ചെയ്യുന്നു, മകൻ്റെ മകൻ ചെയ്യുന്നു, അങ്ങനെ തലമുറകളായി മരപ്പണി ചെയ്യുന്നു. അങ്ങനെ മരപ്പണി തന്നെ ഭയങ്കരമായ സ്കിൽഡ് ലേബേഴ്സിനെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി ജാതിയെ മനസ്സിലാക്കിയവരുണ്ട്. ഇന്നൊരു തൊഴിൽ പ്രാവീണ്യത്തെ വർദ്ധിപ്പിക്കുന്ന സാമൂഹ്യ സ്ഥാപനമാണ് ജാതി. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തേണ്ടതാണ് എന്ന് വിചാരിച്ചവരും ഉണ്ട്. ജാതി അങ്ങനെ പല രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ജാതിയുടെ ഒരു പ്രകൃതം, അടിസ്ഥാന പ്രകൃതം, ജാതി സമൂഹത്തെ പല തട്ടുകളായി വിഭജിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അതിൻ്റെ പ്രത്യേകത. പല തട്ടുകളായി, പല ഗ്രൂപ്പുകളായി, സബ് ഗ്രൂപ്പുകളായി സമൂഹത്തെ വിഭജിച്ച് നിലനിർത്തും. അങ്ങനെ വെറുതെ വിഭജിച്ചൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിരത്തി വെക്കുകയല്ല ചെയ്യുന്നത്. അതിനെ അട്ടിയട്ടിയായി ഒരു പിരമിഡിൽ എന്ന പോലെയാണത് വയ്ക്കപ്പെട്ടിട്ടുള്ളത്, വിവിധ ഗ്രൂപ്പുകൾ. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ ചില ഗ്രൂപ്പുകളുണ്ട്, മധ്യത്തിൽ ചില ഗ്രൂപ്പുകളുണ്ട്, ഏറ്റവും താഴെ ചില ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ ഒരു ഗോപുരത്തിൽ എന്ന പോലെയാണ് ഇതിങ്ങനെ അടുക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തെ നമുക്കെങ്ങനെ ഒരു പിരമിഡിനോട് ഉപമിക്കാമെങ്കിൽ ഈ കാസ്റ്റ് സ്ട്രക്ചറിലെ ഏറ്റവും ഉന്നത കുലജാതർ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെടുന്നവരുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലാണ്. അധമ കുലജാതർ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട സ്ഥാനം ഈ പിരമിഡിൽ ഏറ്റവും താഴെയാണ്. ഈ പിരമിഡിൻ്റെ ഒരു പ്രത്യേകത അതിന് വാതിലുകളോ ജനലുകളോ ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റില്ല, പ്രവേശനമില്ല. ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് ഒരു മനുഷ്യനും പ്രവേശനമില്ല. അങ്ങനെ മാറാൻ പറ്റാത്ത സ്റ്റാറ്റിക് ആയ കാര്യമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ജന്മം കൊണ്ട് കിട്ടുന്നതും മരണം കൊണ്ട് മാത്രം വിട്ടുപോകുന്നതുമായ ഒരു കാര്യമാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പിരമിഡിൻ്റെ ഒരു പ്രത്യേകത, അത് മുകളിലേക്ക് പോകുന്നതോറും അതിൽ ആഠ്യത്വമേറി വരും, കൂടിക്കൂടി വരും. ഏറ്റവും മുകളിലെത്തുമ്പോൾ ഏറ്റവും ആദരണീയരായ മനുഷ്യർ മാത്രമായി ഏറ്റവും മുകൾത്തട്ട് മാറുകയും താഴത്തേക്ക് വരുന്നൊരു ആഠ്യത്വം കുറഞ്ഞ് ഏറ്റവും അടിയിൽ വരുമ്പോൾ ആദരവ് അർഹിക്കാത്ത മനുഷ്യക്കൂട്ടങ്ങളായി അവർ പരിണമിക്കുകയും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മൂല്യബോധവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കാസ്റ്റ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. പേഴ്സണലി നമ്മൾ കൺസീവ് ചെയ്യുന്ന മൂല്യമണ്ഡലവുമായി കാസ്റ്റ് നേരിട്ട് ലിങ്ക് ചെയ്യപ്പെടും.
അത് ചില മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ അവർ ഉന്നതരാണ്, വിവരമുള്ളവരാണ്, ശേഷിയുള്ളവരാണ് എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. ചില മനുഷ്യരെ കാണുമ്പോൾ അവർ കൊള്ളിയല്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, അവർ പരാന്നഭോജികളാണെന്നൊരു തോന്നൽ നമ്മളെ തന്നെ പിടികൂടും. ഇങ്ങനെ പിടികൂടാൻ കാരണം നമ്മൾ തന്നെ ആന്തരവൽക്കരിച്ചിരിക്കുന്ന മൂല്യമണ്ഡലവുമായി, മൂല്യബോധവുമായി ഈ കാസ്റ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ് സോഷ്യോളജിക്കലി കാസ്റ്റിനെ വിശദീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വിശദീകരണ മാർഗം. അതേപടി അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനൊരു ഭാവവും എനിക്കില്ല. അതിൽ പല പൊട്ടിപ്പൊളിയലുകളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാസ്റ്റ് എന്താ, വാട്ട് ഈസ് കാസ്റ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ കാസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ സമഗ്രമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മെറ്റഫറാണ് ഈ പിരമിഡിക്കൽ സ്ട്രക്ചർ. അതോടൊപ്പം തന്നെ മുകളിലേക്ക് പോകുന്നതോറുമുള്ള മാന്യതയുടെ വർധനവും താഴത്തേക്ക് വരുമ്പോഴുള്ള മാന്യതയുടെ കുറവും ആ നിലയ്ക്കുള്ളൊരു വിശദീകരണമാണ് കാസ്റ്റിന് ഏറ്റവും വിശ്വസനീയമായി ഇന്ത്യൻ സോഷ്യോളജിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുള്ള ഒരു മൗലികമായ പ്രത്യേകത, ഇന്ത്യൻ തത്വചിന്തയും ഇതും തമ്മിൽ ബന്ധപ്പെടും. ഇന്ത്യൻ മെറ്റാഫിസിക്സ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇന്ത്യയിലെ മോറൽ ഫിലോസഫി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ മനുഷ്യൻ്റെ വിഭജനത്തിൻ്റെയും തട്ടുതട്ടായിട്ട് അടുക്കി വച്ചിരിക്കുന്നതിൻ്റെയും തട്ടുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മുടെ തത്വചിന്തയുടെ ചരിത്രത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും. ഫലത്തിൽ ഇന്ത്യൻ തത്വചിന്തയിൽ നമ്മൾ വളരെ വിശദമായി പരിശോധിച്ചാൽ ഓൾ ഹ്യൂമൻസ് ആർ ഈക്വൽ എന്ന ഒരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ കോൺസെപ്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ഇല്ല. ഇന്ത്യക്കാർ അങ്ങനെ കരുതുന്നവരല്ല. ഇന്ത്യക്കാർ കരുതുന്നത് നമ്മൾ ഈക്വൽ അല്ല എന്ന് തന്നെയാണ്. ഈക്വൽ അല്ല. നമ്മൾ ജന്മനാ തന്നെ ഈക്വൽ അല്ല. എനിക്ക് ഈക്വലായി മനുഷ്യരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂട്ടം മാത്രമാണ്. ബാക്കിയുള്ളവർ ഒന്നുകിൽ എൻ്റെ താഴെ അല്ലെങ്കിൽ എനിക്ക് മുകളിൽ. മുകളിലുള്ളവനാണെങ്കിൽ ഞാൻ അവനെ ആദരിക്കും, താഴെയുള്ളവനാണെങ്കിൽ അവനെ ഞാൻ ഉപദ്രവിക്കും, അവനെ ഞാൻ ബഹിഷ്കരിക്കും. ഈ വിചിത്രമായ മനോഘടനയിലേക്ക് ഇന്ത്യൻ മനുഷ്യരെ കൊണ്ട് എത്തിക്കുന്നത് ഈ കാസ്റ്റ് ഹൈറാർക്കിയുടെ സവിശേഷമായ ഇടപെടലാണ്. അപ്പോൾ അവകാശങ്ങൾ ആർക്കൊക്കെ കൊടുക്കണം, ഈ ഹൈറാർക്കി വർക്ക് ചെയ്യും. ആദരവ് ആർക്കൊക്കെ കൊടുക്കണം, അംഗീകാരം ആർക്കൊക്കെ കൊടുക്കണം, സ്വത്ത് ആർക്കൊക്കെ കൊടുക്കണം, പദവി ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ സംസ്കാരമുണ്ട് എന്ന് നിർണ്ണയിക്കുമ്പോൾ എല്ലാം ഈ ഹൈറാർക്കി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മളാരും വ്യക്തിപരമായി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ വ്യക്തിപരമായി ബോധപൂർവം കൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ അപ്രസക്തമാണ്. നമ്മുടെ കൂടെ ഇത് നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ TM കൃഷ്ണ പറയുന്ന ഒരു കാര്യമാണ്. TM കൃഷ്ണയുടെ ഒരു ഇടപെടൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിലാണ് ഇടപെടുന്നത്. അതിലെ ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു ഓതൻറ്റിസിറ്റിയെയാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്കും 3 പ്രിവിലേജുകളുണ്ട്. അതിലൊന്ന്, എനിക്ക് പാടാനറിയാം. 2, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. 3, ഞാൻ ബ്രാഹ്മണനാണ്. ഇത് ഒരു പ്രിവിലേജായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എനിക്ക് 3 പ്രിവിലേജുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പാടാനറിയാവുന്നതൊരു പ്രിവിലേജാണ്, ഞാൻ ബ്രാഹ്മണനാണെന്നുള്ളതൊരു പ്രിവിലേജാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നതും എൻ്റെ പ്രിവിലേജാണ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നൊരു ഒപ്രസീവ് മെഷർ മാത്രമല്ല, ഇതൊരു പ്രിവിലേജ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. എന്ന് പറയുന്ന സമൂഹത്തിൽ ചിലർക്ക് അത് പ്രിവിലേജും ചിലർക്ക് അത് ബാധ്യതയുമാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഈ ഒരു പ്രകൃതത്തെ, ബേസിക് ഫീച്ചറിനെ നമുക്ക് മനസ്സിലായാലേ എന്തുകൊണ്ടാണ് ഭൂമി വിതരണം ചെയ്യുമ്പോൾ കുറേ വിഭാഗങ്ങൾക്ക് മാത്രം കിട്ടാതെ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം നമുക്ക്. അതല്ലെങ്കിൽ
നമ്മുടെ പൊതുബോധം പറഞ്ഞത് ആദിവാസികളെക്കുറിച്ച് പൊതുബോധം പറഞ്ഞത് അവർക്ക് എത്ര കൊടുത്താലും അവർ നന്നാവില്ല എന്നൊരു ഒരു സങ്കല്പമുണ്ട് മനുഷ്യർ. എത്ര കൊടുത്തിട്ട് കാര്യമില്ല, അവർ നന്നാവില്ല. അവർ ജന്മനാ മടിയന്മാരാണ്. നമ്മളൊക്കെ വലിയ മാന്യന്മാർ. നമ്മൾ എന്ത് കിട്ടിയാലും അത് വസൂലാക്കുന്ന, അത് ശരിയായി ഉപയോഗിക്കുന്ന, ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന, ജീവിതത്തിൻ്റെ വിജയത്തിന് ഉപയോഗിക്കുന്ന മാന്യന്മാരായ മനുഷ്യരും ആദിവാസികൾ ഒന്നിനും കൊള്ളാത്തത് കൊണ്ട് അവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ള തെറ്റായ നിഗമനത്തിലാണ് എത്തുന്നത്. അങ്ങനെയല്ല അതിൻ്റെ കാര്യം. കാസ്റ്റ് ഒരു സിസ്റ്റം എന്ന നിലക്ക് അതിൻ്റെ മൂല്യമണ്ഡലം പേഴ്സോണിഫൈ ചെയ്ത ഒരു സമൂഹത്തിനകത്ത് സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ ചിലർക്ക് സ്വത്തവകാശം കൊടുക്കണ്ട എന്ന് പഠിച്ചവരാണ് നമ്മൾ. ഇന്ത്യൻ മിത്തോളജി, ഇന്ത്യൻ മെറ്റാഫിസിക്സിൽ ചില വിഭാഗങ്ങൾ സ്വത്തിന് അർഹരല്ല. അത് വ്യക്തമായി പറയുന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നുണ്ട്. സ്ത്രീകൾ സ്വത്തിന് അവകാശമുള്ളവരല്ല. എല്ലാ സ്ത്രീകൾക്കും ശൂദ്ര പദവിയാണ് കൾച്ചറലി നമ്മൾ അംഗീകരിക്കാറുള്ളത്. അത് പുരുഷൻ്റെ സ്വത്താണെന്നല്ല. ഒരുപക്ഷെ പാട്രിയാർക്കി എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ്റെ സ്വത്താണ്, സ്വകാര്യ സ്വത്ത് എന്നതുപോലെയാണ് പുരുഷ സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയും. ഇന്ത്യക്കകത്ത് സ്ത്രീകൾ പുരുഷൻ്റെ സ്വകാര്യ സ്വത്ത് മാത്രമല്ല, അടിമകൾ കൂടി. അടിമയായിരിക്കണം എന്ന് നിർബന്ധമാണ്. ആ അടിമയായിരിക്കണമെന്ന് പറയുന്നത് ധാർമ്മികമായ ഒരടിമത്താണ് അവർക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ എപ്പോഴത്തെ പ്രത്യേകത ഇതൊക്കെ റിച്വലിസ്റ്റിക്കലി ബൗണ്ടഡ് ആണെന്നുള്ളതാണ്. കാസ്റ്റ് റിച്വലിസ്റ്റിക്കലി ബൗണ്ടഡ് ആണ്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ മഹാത്മാഗാന്ധി വൈക്കത്ത് വന്ന് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമയായ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായി ഒരു സംഭാഷണം നടക്കുന്നു. വൈക്കം സമരം നമുക്കറിയാം 1924 വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റും അതിന് വെളിയിലൂടെ അൺടച്ചബിൾ കാസ്റ്റിന് നടക്കാൻ അവകാശം വേണമെന്നുള്ളതായിരുന്നു ഡിമാൻഡ്. അതിലൂടെ മറ്റു മതസ്ഥർക്ക് നടക്കാം, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നടക്കാം, വിലക്കില്ല. പക്ഷെ ഹിന്ദു മതത്തിനുള്ളിലുണ്ട് എന്ന് പറയുന്നവർക്ക് OBC കാറ്റഗറി അല്ലെങ്കിൽ ഈഴവർ മുതൽ താഴത്തേക്കുള്ള ഒരു ജാതിക്ക് നടന്നുകൂടാ. അതിനെതിരെയാണ് സമരം നടക്കുന്നത്. അപ്പോൾ ഗാന്ധി ഇണ്ടത്തുരുത്തി മനയിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്നു. അദ്ദേഹം പറയും ഗാന്ധി ഭയങ്കരമായിട്ട് ഭയങ്കര ബെനോളൻ്റായൊരു മനുഷ്യനാണ്. എല്ലാവരുടെയും ഉന്നമനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് പറയും, നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലേ ഈ പറയുന്ന പിന്നോക്കക്കാരും ഹരിജനങ്ങളുമൊക്കെ, അവർ ആ വഴി കൂടി നടന്നോട്ടെ, നിങ്ങളത് അനുവദിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ നമ്പ്യാതിരി ഗാന്ധിയോട് തിരിച്ചു ചോദിക്കുന്നത്, ഗാന്ധി നിങ്ങളൊരു ഹിന്ദുവാണോ? അതുകൊണ്ട് ഗാന്ധി പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു സനാതന ഹിന്ദുവാണ്. അപ്പോൾ നമ്പ്യാതിരി പറയുന്നത്, ഞാനും ഒരു സനാതന ഹിന്ദുവാണ്. ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ അയിത്ത ജാതിക്കാരോട് അയിത്തം പാലിക്കാൻ ധാർമ്മികമായി ഞാൻ ബാധ്യസ്ഥനാണെന്നാണ് നമ്പ്യാതിരി പറയുന്ന മറുപടി. ധാർമ്മികമായി ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുന്നത്. അതല്ല അയാളുടെ വ്യക്തിപരമായ വൈകൃതമാണെന്നല്ല പറയുന്നത്. ഞാൻ ഇന്ത്യൻ ധാർമ്മിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അയിത്ത ജാതിക്കാരോട് അയിത്തം പാലിക്കാൻ ബാധ്യസ്ഥമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ഈ ജന്മത്തിൽ അയിത്തക്കാരനായിരിക്കുന്നത് മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാകുന്നത്. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി എങ്ങനെയാണ് നമ്മുടെ വിശ്വാസവുമായും തത്വചിന്തയായും മെറ്റാഫിസിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും സമൂർത്തമായൊരു ഉദാഹരണമാണ് ഈ നമ്പ്യാതിരിയുടെ മറുപടി. ഇങ്ങനെയാണിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ പുരുഷൻ്റെ പാട്രിയാർക്കിക്കകത്ത് സാധാരണയാണ് പുരുഷനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളല്ല ഇന്ത്യക്കകത്ത്. മറിച്ച് പുരുഷൻ സർവാത്മന സ്വയം റിച്വലിസ്റ്റിക്കലി വിധേയമാകുന്ന ജന്മങ്ങളാണ് സ്ത്രീകൾ. സ്ത്രീകൾക്ക് ശൂദ്ര പദവിയല്ല, അതുകൊണ്ട് തന്നെ സ്വത്ത് അവർക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. കേരളത്തിലെ ഇന്ത്യയിലെ ഹരിജനങ്ങളെന്ന് ഗാന്ധി വിളിച്ച, ഇന്ന് ദളിതരെന്ന് വിളിക്കുന്ന, അൺടച്ചബിൾ കാസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ആ വിഭാഗത്തിൽ അവർക്ക് സ്വത്ത് കൈവശം വെക്കാൻ അവകാശമില്ല എന്നാണ് പരമ്പരാഗതമായി നമ്മൾ വിചാരിച്ചിരുന്നത്.
ഇത് വിചാരിച്ചവരുടെ പിൻതലമുറയെ കുറ്റപ്പെടുത്താനൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചത്. അത് നമ്മൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ റിച്വലിസ്റ്റിക്കലി നമ്മളങ്ങനെയാണ് കരുതുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അൺടച്ചബിൾ കാസ്റ്റിൽ പിറന്നത് മറ്റാരുടെയും കുറ്റം കൊണ്ടല്ല, എൻ്റെയും കുറ്റം കൊണ്ടല്ല, എൻ്റെ മുജ്ജന്മ പാപമാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അടുത്ത ജന്മത്തിൽ എനിക്ക് അൺടച്ചബിൾ കാസ്റ്റിൽ നിന്ന് വേറെ ജാതിയിൽ പിറക്കാനുള്ള സാധ്യതയാണ് എനിക്ക് ജീവിതത്തിലുള്ളൂ. അതല്ലാതെ ഇപ്പം ഞാൻ അൺടച്ചബിളിൻ്റെ അവകാശമാണെന്നൊന്നും പറയുന്നതിനകത്ത് ഇന്ത്യൻ മിത്തോളജി അതൊന്നും അംഗീകരിക്കില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്ന ഫാക്ടറി എന്ന നിലക്ക് സമൂഹത്തെ സോഷ്യൽ ഫോഴ്സസാണ് മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നത്. അല്ലാണ്ട് മനുഷ്യൻ നമുക്ക് തോന്നാണ് നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സങ്കല്പത്തിനകത്തുള്ള ജീവിക്കുന്ന മനുഷ്യരെന്ന നിലക്ക് സ്ത്രീകളുടെ സ്റ്റാറ്റസ് ശൂദ്ര സ്റ്റാറ്റസാണ് എന്നാണ് ഇന്ത്യൻ സമൂഹം കരുതുന്നത്. അതിനൊരു ഇതാണ് ഈ സതി പോലൊരു സമ്പ്രദായം. എങ്ങനെ ഇന്ത്യക്കകത്തുള്ളത് ഈ സതി പോലെ ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവ് മരിക്കുന്ന കൂടെ ഭാര്യ ചാടി മരിക്കണം എന്ന ഒരു വിശ്വാസവും അതൊരു വിശ്വാസമാണ്. മതപരമായൊരു വിശ്വാസം, റിച്വലിസ്റ്റിക്കായ വിശ്വാസം, ആചാരപരമായ വിശ്വാസം. എന്തിനാണ് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ സമൂഹം വെറുതെ ഉണ്ടാവും? വെറുതെ ഉണ്ടാകുന്നതല്ല, ആ കാസ്റ്റുമായി ഡയറക്റ്റ്ലി ലിങ്ക്ഡാണ് ആ സംഭവം. അതായത് ഒരു കാസ്റ്റിന് സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ, അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം അനുപാതം ഏകദേശം തുല്യമായിരിക്കും. സ്ത്രീയുടെ എണ്ണം കൂടിയാലോ ഓടാണ്, പുരുഷൻ്റെ എണ്ണം കൂടിയാലോ. പുരുഷൻ പക്ഷേ ഈ വ്യവസ്ഥയുടെയും എല്ലാത്തിൻ്റെയും അധികാരിയായതിന് പുരുഷൻ്റെ എണ്ണം പ്രധാനമായിട്ട് എടുക്കുന്നില്ല, സ്ത്രീകളുടെ എണ്ണമാണ് പ്രധാനം. ഭർത്താവ് മരിച്ച സ്ത്രീ ഏതൊരു കാസ്റ്റിനകത്തും ഒരു അധിക എണ്ണമാണ്, അപകടകാരിയായ അധിക എണ്ണമാണ്. ആ സ്ത്രീ ഒരുപക്ഷെ ആ ജാതിക്കകത്ത് വിവാഹം കഴിക്കാത്ത മറ്റൊരു പുരുഷന് തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ ഒരു പുരുഷൻ്റെ എണ്ണം പറയും, ആ പ്രശ്നം പിന്നെയും തുടരും. അല്ലെങ്കിൽ അന്യജാതിയിൽപ്പെട്ട ഒരു പുരുഷനൂടെ പോകാൻ സാധ്യതയുണ്ട്. അത് ജാതിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് ഈ അധികം വന്ന സ്ത്രീയെ നിയന്ത്രിക്കുക എന്നുള്ളത് കാസ്റ്റിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. 2 വഴികളാണ് ഇന്ത്യ കണ്ടുപിടിച്ചത്. ഒന്ന്, നിർബന്ധിതമായ വൈധവ്യം അടിച്ചേൽപ്പിക്കുക. ഭർത്താവ് മരിച്ചാൽ ഭാര്യ വിധവയായി മരിക്കുന്നവരെ ജീവിക്കുക. അത് ഏറ്റവും കർശനമായി പാലിക്കപ്പെട്ട കേരളത്തിലെ സമൂഹം നമ്പൂതിരിമാരാണ്. ആ കഥ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഈ നമ്പൂതിരിമാരിൽ ഏറ്റവും മുതിർന്ന ആളാണോ കല്യാണം കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരാൾ മാത്രം കല്യാണം കഴിക്കുമ്പോൾ അയാൾക്ക് ഒത്തിരി കല്യാണം കഴിക്കേണ്ടി വരും. സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. വൃദ്ധനായാലും അദ്ദേഹം കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു. അപ്പോൾ 18 വയസ്സുള്ള 20 വയസ്സുള്ള കുട്ടികളൊക്കെ വിധവന്മാരാണ്. മരിക്കുന്നവരെ പുറം ലോകം കാണാതെ ജീവിക്കുന്നു. ഇത് കാസ്റ്റിൻ്റെ ഒരു മെക്കാനിസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്പൂതിരിമാരെല്ലാം ക്രൂരന്മാരായതുകൊണ്ടൊന്നുമല്ല. ഇത് കാസ്റ്റിൻ്റെ മെക്കാനിസമാണ്. നിർബന്ധിതമായ വൈധവ്യം, അല്ലെങ്കിൽ അവരെ ചുട്ടുകൊല്ലുക എന്നുള്ളൂ, ഭർത്താവിൻ്റെ കൂടെ ദഹിപ്പിക്കുക എന്നുള്ളൂ. അപ്പോൾ ഇത്തരം വിചിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ പോലും കാസ്റ്റും ജെൻഡറുമായി ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ സ്വത്തുടമസ്ഥതയുടെ കാര്യത്തിലും ഈ ബോധമാണ് നമുക്കുള്ളത് എന്ന കാര്യം മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ ഭൂമി വിതരണം ചെയ്തപ്പോൾ സ്ത്രീകൾക്കും ദളിതരടക്കമുള്ള വിഭാഗങ്ങൾക്കും കിട്ടാതെ പോയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി കേരളത്തിലെ ഭൂമി വിതരണം ചെയ്തൊരു സ്ഥലമാണ്. 23.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയതായി ഔദ്യോഗികമായ റിപ്പോർട്ട് 1970 ജനുവരി 20. ഭൂമി വിതരണം ചെയ്യുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു കാര്യം നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഭൂമി വിതരണം ചെയ്യുമ്പോൾ അതിന് നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥ
ജന്മിയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത കർഷകർ അതിൻ്റെ മേൽ അവകാശം കൊടുക്കും. ഞാൻ ജന്മിയിൽ നിന്ന് 5 ഏക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അവകാശം എനിക്ക് കിട്ടും. ജന്മിക്ക് നമ്മൾ പണം കൊടുക്കണം, സർക്കാർ പകുതി